പ്പെട്ടവരെ കേരളമാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരള പോലീസിനെ വട്ടം കറക്കുന്ന ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അർജുൻ ആയങ്കി എവിടെയാണ്? ഇരുട്ടിൽ തപ്പുന്നു പോലീസ്. ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കായി പോലീസ് നാടാകെ അരിച്ചു പറക്കുകയാണ്. ആയങ്കി എത്തിയെന്ന സൂചനയെ തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് വളയം സ്റ്റേഷൻ പരിധിയിൽ പരിശോധന തുടരുകയാണ്. പോലീസ് പിന്നാലെ പായുന്നതിനിടയിലും അർജുൻ ആയങ്കിയുടെ പുതിയൊരു വീഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് മുട്ടിന് വെടിവെച്ചാലും മുട്ട് കുത്തില്ല എന്നുള്ളത് തീരുമാനം. കൊല്ലാം, അല്ലാണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ നീതിയാണ് ചോദിക്കുന്നത്. നീതി, ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യന് കിട്ടേണ്ട നീതി, അത് ഈ സർക്കാരിൽ നിന്ന് എനിക്ക് കിട്ടുമോ എന്ന പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. കിട്ടുമോ എന്ന ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിലൊക്കെ ഇവർ തുറന്നു നോക്കിയോ? ഇല്ല, നോക്കൂല. അയച്ചത് അർജുൻ ആയങ്കിയാണല്ല. എന്റെ സഹോദരൻ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ അച്ഛനും അമ്മയും ഒക്കെ പോലീസ് സ്റ്റേഷനിലുള്ളത് ഞാൻ കാരണമാണ്. അവർക്ക് അതിന് തെല്ലും മാനസിക പ്രയാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നന്നാവാൻ തീരുമാനിച്ച സ്വന്തം മകനെ വീണ്ടും പഴയ വിധത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ആൾക്കാരോട് അവർക്കും ഉണ്ട് പ്രശ്നം. ഞാൻ എവിടെ ഉണ്ട് എന്ന് നിങ്ങൾ അവരെ എല്ലാം പിടിച്ചിട്ട് ഇനി ആരെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചാലും ഞാൻ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കല്ലാതെ വേറൊരാൾക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് വേർക്കണ്ട, ഒരുപാട് പെട്രോൾ കളയണ്ട, ഡീസൽ കളയണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുത്തിട്ട് വരും. അതിനു മുമ്പ് നിങ്ങൾ എന്നെ പിടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മലപ്പുറം എടപ്പാളിലെത്തിയ ആയങ്കിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യം കൂടി ഒന്ന് കണ്ടുവരാം. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ കണ്ണൂർ വളപട്ടണം പോലീസും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിനിടെ ഊന്നുകല്ല് പോലീസ് അറസ്റ്റ് ചെയ്ത അർജുന്റെ സുഹൃത്തുക്കൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഇപ്പോൾ AK അഭിലാഷും, കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറും, തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദും, ന്യൂസ് ഡെസ്കിൽ നിന്ന് സായ് കുമാറും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം AK അഭിലാഷിലേക്കാണ് നമ്മൾ പോകുന്നത്. അഭിലാഷ്, അപ്പോൾ അർജുൻ ആയങ്കി കുറെ ദിവസങ്ങളായി കേരള പോലീസിന്റെ തലവേദനയായി മാറുകയാണ്. വലിയ നാണക്കേടാണ്. നാട് നീളെ അരിച്ചു പിറക്കുകയാണ്. ഒരു തുമ്പും ഒരു ഉത്തരവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. എറണാകുളത്ത് കണ്ടവരുണ്ട്, തൃശ്ശൂരിൽ കണ്ടവരുണ്ട്, പാലിയേക്കര ടോൾ പ്ലാസ കടന്നിട്ടുണ്ട്, വടക്കൻ ജില്ലകളിലേക്ക് കടന്നിട്ടുണ്ട്, അവിടെ മലപ്പുറത്ത് വന്ന് ചായ കുടിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണോ കണ്ണൂരാണോ കാസർഗോഡാണോ എവിടെയാണ് അർജുൻ ഉള്ളതെന്ന് യാതൊരു സൂചനയുമില്ല. സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയും ഒക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. കേരള പോലീസിനോട് പറയുകയാണ് അർജുൻ ആയങ്കി വീഡിയോ ദൃശ്യത്തിലൂടെ, എന്നെ പിടിക്കണമെങ്കിൽ അത് ഞാൻ വിചാരിക്കണം, നിങ്ങൾ വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കുറെ പെട്രോളും ഡീസലും ഒക്കെ കത്തിച്ച് പുറകെ കൂടണ്ട, ജാമ്യം എടുത്തിട്ട് സുപ്രീം കോടതിയിൽ ജാമ്യം എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. വെല്ലുവിളി തുടരുകയാണ്. എവിടെയാണ് ശരിക്കും അർജുൻ ആയങ്കി? എന്തെങ്കിലും ഒരു സൂചന കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അഭിലാഷ്? ഷിഹാസെ, കേരള പോലീസിന് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർവ്വസജ്ജമായ അന്വേഷണം നടത്തുമ്പോഴും അർജുൻ ആയങ്കി വാഹനങ്ങൾ മാറിയും അതോടൊപ്പം തന്നെ ഫോൺ വഴിതിരിച്ചു വിട്ടുമൊക്കെയാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ പോലീസിനെ വെല്ലുവിളിക്കുക കൂടി ചെയ്യുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അയാളെ കസ്റ്റഡിയിലെടുക്കുക, പിടികൂടുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. തൃശ്ശൂരും പാലക്കാടും ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതിയിരുന്നത്. പക്ഷേ പാലക്കാട് വഴി മലപ്പുറത്തുകൂടി കോഴിക്കോട്ടേക്ക് എത്താനുള്ള സാധ്യത, അതും ദേശീയപാത ഒഴിവാക്കി ഈ ഊടുവഴികളിലൂടെയൊക്കെ കടന്നു വരാനുള്ള സാധ്യത പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ അഭയം പ്രാപിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വളയം ചിക്കാട് മേഖലയിൽ, അതായത് കണ്ണൂർ കോഴിക്കോട് അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക്, പരിശോധനയിലേക്ക് വളയം പോലീസ് കടന്നിരിക്കുന്നത്. ശക്തമായ പരിശോധനയാണ് പല മേഖലകളിലും നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ
പോലീസിനെ സംബന്ധിച്ചുണ്ട്. കാരണം അർജുൻ ആയങ്കി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒളിവിൽ പോവുകയും പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളെ അടക്കം കസ്റ്റഡിയെടുത്തു. അതോടൊപ്പം തന്നെ സഹോദരനെ അടക്കം കസ്റ്റഡിയെടുത്തു. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കി ഒളിവിൽ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വളയം മേഖലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ കർശനമായ പരിശോധന, വ്യാപകമായ പരിശോധന നടക്കുകയും ഒക്കെ ചെയ്തത്. ബാലുശ്ശേരി വഴി, വടകര വഴി ഒക്കെ അദ്ദേഹം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലുള്ള നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിൽ അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിക്ക് രാഷ്ട്രീയമായുള്ള സഹായമോ അല്ലെങ്കിൽ ഭരണപരമായ സഹായമോ അധികാര കേന്ദ്രങ്ങളുടെ സഹായമോ ലഭ്യമാവുന്നുണ്ടോ എന്നടക്കം പോലീസ് പരിശോധിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും അർജുൻ ആയങ്കിയെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ കസ്റ്റഡി എടുക്കാനുള്ള ഈ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ശരി, എ കെ അഭിലാഷാണ് ഇപ്പോൾ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് അർജുൻ ആയങ്കിക്കായുള്ള പോലീസിന്റെ തെരച്ചിൽ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. നിതിൻ സേവ്യർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിതിനപ്പോൾ നാടാകെയുള്ള അർജുൻ ആയങ്കിയെ പിന്തുണയ്ക്കുന്നു എന്ന് കരുതുന്ന സുഹൃത്തുക്കളെ എല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയിരുന്നു. കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നുമൊക്കെ ചില ആളുകളെ പോലീസ് നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ സഹായം കിട്ടിയതായി പോലീസിന് ബോധ്യമുണ്ടായിരുന്നു. ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പക്ഷേ ഈ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ടല്ലേ നിതിൻ? തീർച്ചയായും ഷിഹാസ്, അതായത് തുടക്കത്തിൽ അർജുൻ ആയങ്കി താൻ കീഴടങ്ങാമെന്നൊരു സന്ദേശം ഊന്നുകൽ സിഐക്ക് അയച്ചിരുന്നു. പിന്നീട് തന്റെ സുഹൃത്തുക്കളെ ലൊക്കേറ്റ് ചെയ്ത് പോലീസ് എത്തിത്തുടങ്ങിയതോടെയാണ് അർജുൻ ആയങ്കി തീരുമാനം മാറ്റിയെന്നാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ഏതായാലും വലിയ തോതിൽ സുഹൃത്തുക്കളുടെ സഹായം അർജുൻ ആയങ്കിക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തിന്, മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് വ്യക്തമാണ്. പ്രത്യേകിച്ച് വലിയ സുഹൃത്ത് ബന്ധവും ഒപ്പം തന്നെ ആരാധക കൂട്ടായ്മയും ഇത് ഇയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സഹായം ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നും ഇന്നലെയുമായി നിരവധി ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും വിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിൽ ഊന്നുകല്ല് പോലീസ് ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത 4 പേരെയാണ് ഇന്ന് കോടതിയിൽ ഹാജരായപ്പോൾ ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കോതമംഗലം മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഇവരെ ഹാജരാക്കിയത്. ഇവർ ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഒപ്പം തന്നെ അർജുൻ ആയങ്കിയെ ഒളിവിൽ പോകാൻ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഇവർക്ക് കോടതി ജാമ്യം നൽകുകയായിരുന്നു. ഇവരുടെ കസ്റ്റഡി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത്. പ്രത്യേകിച്ച് അർജുൻ ആയങ്കിക്ക് വേണ്ടി കേരളത്തിൽ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇയാളെ പിടികൂടാൻ, ഇയാളെ സഹായിച്ച സുഹൃത്തുക്കളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യണം. ഇയാൾ എവിടെയാണ് ഒളിവിൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വാഹനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ മാറി മാറി കയറുന്നത് കൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നും അതിന്റെ തുടർച്ച ലഭ്യമാകുന്നില്ല എന്ന് പോലീസ് കോടതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യമില്ല. അർജുൻ ആയങ്കിയെ ഇവർ പരസ്യമായി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒളിവിൽ പോകാൻ സഹായിച്ചതിന്റെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഊന്നുകൽ പോലീസ് ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്ത അർജുൻ ആയങ്കിയുടെ 4 സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തന്നെ ഇപ്പോൾ പിടികൂടിയ കാറിനൊപ്പം തന്നെ, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത കാറിനൊപ്പം തന്നെ മറ്റു ചില കാറുകൾ കൂടി ഇയാൾ മാറി മാറി കയറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആ കാറുകളുടെ ഉടമസ്ഥരെയും ഒപ്പം തന്നെ ഇയാളെ നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു ചില ഈ ഗുണ്ടാ ബന്ധത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ തന്നെ സഹായിക്കാൻ നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാളെ സഹായിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ അല്ലെങ്കിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ ഊന്നുകൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 4 പ്രതികൾക്കാണ് നിലവിൽ ഇപ്പോൾ കോതമംഗലം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഷിഹാസ്, ശരി, ഇപ്പോൾ നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അർജുൻ ആയങ്കി ജില്ലകളിൽ നിന്ന് ജില്ലകൾ തോറും മാറി മാറി സഞ്ചരിക്കുന്നുണ്ട്, കാറുകൾ മാറി ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ മാറി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അർജുൻ ആയങ്കിക്ക് സുഹൃത്തുക്കളുടെയാണോ അതോ മറ്റ് കുറ്റവാളികളുടെയാണോ എന്താണെങ്കിലും സഹായം ലഭിക്കുന്നുണ്ട്, അത് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം അർജുൻ ആയങ്കി പാർട്ടി ഗ്രാമങ്ങളിൽ പോയി താമസിക്കാനുള്ള ശ്രമം, പാർട്ടി ഗ്രാമങ്ങളിൽ അഭയം പ്രാപിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് കേരള പോലീസ് കരുതുകയാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ അർജുൻ ആയങ്കിയെ സഹായിക്കുന്നുണ്ട് എന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട്. ഇവരൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ അതിനിടയിലും അർജുൻ പല സ്ഥലങ്ങളിലെത്തുന്നു, ചായ കുടിക്കുന്നു, ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ആയങ്കിയിലേക്ക് എത്താൻ കേരള പോലീസിന് കഴിയുന്നില്ല. അതിനിടയിൽ വീഡിയോ ദൃശ്യങ്ങളിലൂടെ അർജുൻ ആയങ്കി ഇപ്പോൾ കേരള പോലീസിന് മുന്നിൽ വീണ്ടും വെല്ലുവിളി ഉയർത്തുകയാണ്. തന്നെ പിടികൂടാൻ സാധിക്കില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഓരോ പോസ്റ്റുകൾ അർജുൻ ആയങ്കി പങ്കുവെക്കുന്നുണ്ട്. TV പ്രസാദിലേക്ക് നമുക്ക് പോകാം. പ്രസാദ്, അപ്പോൾ എങ്ങനെ ഇത്ര ധൈര്യം? ആരാണ് അർജുൻ ആയങ്കിയുടെ പിന്നിൽ? ആരാണ് ഇയാളെ സഹായിക്കുന്നത്? എന്താണ് ഇയാൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോയുടെയും അതോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും ഒക്കെ ഉള്ളടക്കം? അരുൺ, അർജുൻ ആയങ്കിയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് സംഘം തലങ്ങും വിലങ്ങും പായുകയാണ്. അതിനിടയിലാണ് ഒരു വീഡിയോ സന്ദേശം
പുറത്തേക്ക് വന്നത്. അതായത് താൻ ആരെയും വെല്ലുവിളിച്ചിട്ടില്ല, താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, നിരന്തരമായി തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. തെറ്റ് നേരത്തെ ചെയ്തിരുന്നു എന്ന് ഈ വീഡിയോയിലുടനീളം പരിശോധിച്ചാൽ അങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അന്ന് തെറ്റ് ചെയ്തിട്ടില്ല, തന്നെയും കൂട്ടുകാരെയും കുടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി നിയമപരമായി നേരിടും എന്നാണ് അർജുൻ ആയങ്കി ഈ ഓഡിയോയിൽ, ഈ വീഡിയോ സന്ദേശത്തിൽ വിശദീകരിക്കുന്നത്. ശരി, അപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിലൂടെ വീണ്ടും പോലീസിന് മുന്നിൽ വെല്ലുവിളിയാണ്. സായ് കുമാറിലേക്ക് കൂടി പോവാം. സായ്, ഇതിപ്പോൾ പോലീസിന് വലിയ നാണക്കേടാണ്. പോലീസിന് മാത്രമല്ല, ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തരമന്ത്രിക്കും എല്ലാം നാണക്കേടാണ്. കാരണം ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു, മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു, ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്നു. മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് അർജുൻ ആയങ്കിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നുള്ള തരത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചോദിച്ചപ്പോൾ ഒരു ഗുണ്ടയ്ക്കോ ഒരു റൗഡിക്കോ ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല, അതൊക്കെ പോലീസ് നോക്കിക്കോളും എന്ന് പറയുകയാണ്. പക്ഷേ പോലീസിന് ഇതുവരെ ഒന്നും നോക്കാനും പറ്റിയിട്ടില്ല, അർജുനെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. പുറകെ ഓടിക്കുറെ ഇപ്പോൾ അർജുൻ തന്നെ പറയുന്ന പോലെ കുറെ പെട്രോളും ഡീസലും ഒക്കെ വേസ്റ്റ് ആവുന്നു എന്നല്ലാതെ എവിടെ അർജുൻ? ആ ഉത്തരം എന്തുകൊണ്ടാണ് കേരള പോലീസിനെ കണ്ടെത്താൻ സാധിക്കാത്തത്? വലിയ നാണക്കേടല്ലേ സായ്? തീർച്ചയായും ഷിഹാസ്, ചെറിയ നാണക്കേടല്ല, വലിയ നാണക്കേട് തന്നെയാണ്. എത്ര വലിയ പ്രതിയെ ആയാലും എവിടെ പോയി ഒളിച്ചാലും പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ചരിത്രമുള്ള കേരള പോലീസിന് അർജുൻ ആയങ്കിയെ പോലെ ഒരു കുറ്റവാളിയെ ഇത്ര ദിവസമായിട്ടും ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടും നാടാകെ അരിച്ചു പെറുക്കിയിട്ടും എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അദ്ദേഹം ഒളിവിൽ കഴിയുകയല്ല, ഒളിവിൽ നിന്ന് കൃത്യമായി പോലീസിനോടും നാട്ടിലെ ആളുകളോടുമൊക്കെ സാമൂഹ്യ മാധ്യമം വഴി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയധികം സാങ്കേതിക വിദ്യ വർദ്ധിച്ച ഒരു സമയത്തും എവിടെ നിന്നാണ് അദ്ദേഹം ഈ പോസ്റ്റുകൾ ഇടുന്നത്, എവിടെ നിന്നാണ് അദ്ദേഹം ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് എന്ന് കണ്ടെത്താൻ ഇതുവരെ നമ്മുടെ കേരള പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഷിഹാസ്, അല്പം മുമ്പ് വരെ ഓരോ മണിക്കൂറിലും ഓരോ പോസ്റ്റ് അല്ലെങ്കിൽ ഓരോ വീഡിയോ എന്ന രീതിയിൽ പങ്കുവയ്ക്കുകയാണ് അർജുൻ ആയങ്കി. അദ്ദേഹം കൃത്യമായി പോലീസിന്റെ നീക്കങ്ങൾ അറിയുന്നുണ്ട്, നാട്ടിൽ നടക്കുന്ന പ്രതികരണങ്ങൾ അറിയുന്നുണ്ട്. അതിനോടൊക്കെ കൃത്യമായി അർജുൻ ആയങ്കിയുടെ പ്രതികരണം വരികയാണ്. അല്പം മുമ്പ് കണ്ണൂരിൽ MV ജയരാജൻ അർജുൻ ആയങ്കിയെ തള്ളിപ്പറയുന്നു, തൂഫാൻ പോലെ അർജുനെയും തൂക്കണം എന്നടക്കമുള്ള പ്രതികരണങ്ങൾ നടക്കുന്നു. പാർട്ടിയുടെ ഒരു പിന്തുണയുണ്ടാകില്ല എന്ന് നേതാക്കളൊക്കെ ഉറപ്പിച്ചു പറയുന്നു. ആ സമയത്താണ് ഒരു പ്രതികരണം ഇപ്പോൾ അർജുൻ ആയങ്കി വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത്. പഴയ ചരിത്രം പറഞ്ഞ് പാർട്ടി നേതാക്കളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് അർജുൻ ആയങ്കി. അതായത് പാർട്ടി പ്രതിരോധത്തിലായ സമയത്ത് പല രീതിയിൽ അതിനുവേണ്ടി പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ആളുകളാണ്. പാർട്ടി പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുമ്പോൾ അതിന് തിരിച്ചടി നൽകാനുള്ള പ്രവർത്തനം നടത്തിയ ആളാണ്, അതിനുവേണ്ടി ജയിലിൽ കിടന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ പിന്തുണച്ചില്ല എങ്കിൽ പോലും പിറകിൽ നിന്ന് കുത്തരുത് എന്നാണ് MV ജയരാജനോടുള്ള ഒരു മറുപടിയായി ഇപ്പോൾ പറയുന്നത്. അതായത് ഇങ്ങനെ വിമർശിക്കുമ്പോൾ പണ്ട് താൻ ചെയ്ത സഹായങ്ങളൊക്കെ പാർട്ടി മറന്നോ എന്ന ഒരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ അർജുൻ ആയങ്കി മുന്നോട്ട് വെക്കുന്നത്. MV ജയരാജന്റെ പ്രതികരണം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ അർജുൻ ആയങ്കിയുടെ ആ പ്രതികരണം വരുന്നു. അതോടൊപ്പം നിഖിൽ പൈലിയെ ഒരു ഭീഷണി സ്വരത്തിലൊരു ഒരു പോസ്റ്റ് അത് പങ്കുവെച്ച് അതിന് മറുപടി കൊടുക്കുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തന്നെ അർജുൻ ആയങ്കി ഇപ്പോഴുമുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് നാടിന്റെ നാനാ ദിക്കുകളിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന റിപ്പോർട്ട് അവിടെ വ്യാപകമായി രാത്രി ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോഴും പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു സൂചന കിട്ടിയിട്ടില്ല. എവിടെയാണ് അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുന്നത്, എവിടെ വെച്ചാണ് മറഞ്ഞത്? പോലീസിനെ കബളിപ്പിക്കാനുള്ള കൃത്യമായ ആസൂത്രണം അർജുൻ ആയങ്കി നടത്തുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള സഹായം പല കോണുകളിൽ നിന്ന് അർജുൻ ആയങ്കിക്ക് ലഭിക്കുന്നുണ്ട്. മിനിറ്റുകൾക്കകം കേന്ദ്രങ്ങൾ മാറാൻ, സുരക്ഷിത ഇടത്ത് സുരക്ഷിതമായിരുന്ന് ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ, വെല്ലുവിളിക്കാൻ കൃത്യമായിട്ട് സഹായം അർജുൻ ആയങ്കിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും കൂട്ടാളികളെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിൽ പോലും പോലീസിന് സഹായകരമായിട്ടുള്ള ഒരു വിവരം അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നാളെ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. മുഖ്യമന്ത്രി എത്തും മുമ്പ് അർജുൻ ആയങ്കിയെ പോലീസ് കൂട്ടുമോ അല്ലെങ്കിൽ പിടികൂടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാത്തിരിക്കാം. സായി, അപ്പോൾ എന്താണ് പാർട്ടി, വളർന്ന പാർട്ടി വേറെയാണ് എന്നൊക്കെയാണ് സൂചന നൽകിയത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള മറുപടിയായി. എഴുതിയ ആ ഒരു പോസ്റ്റിൽ അർജുൻ ആയങ്കി പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടിയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, ഇപ്പോൾ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനൊക്കെ അർജുൻ ആയങ്കിയെ തള്ളിപ്പറയുകയാണ്. UDF-ന്റെ സർക്കാരാണ് ഭരിക്കുന്നത്. അവരുടെ ആഭ്യന്തര വകുപ്പും അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ ആഭ്യന്തരമന്ത്രിയും അർജുൻ ആയങ്കിയെ പിടികൂടണമെന്നുള്ള നിർദ്ദേശം കേരള പോലീസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങളായി കേരള പോലീസ് പരക്കം പായുകയാണ്. പക്ഷേ എവിടെ അർജുൻ ആയങ്കി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഈ ശ്രമങ്ങൾ അത്രയും ഇത്ര വലിയൊരു ഫോഴ്സ് കേരള പോലീസ് നടത്തുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം
അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. വലിയ നാണക്കേടാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലെങ്കിലും അർജുൻ ആയങ്കിയെ പിടികൂടാൻ, അതായത് ആയങ്കി പറഞ്ഞതുപോലെ തന്നെ ഞാൻ സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുത്തിട്ട് വരും, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം അല്ലെങ്കിൽ പിടികൂടാം എന്ന് പറഞ്ഞ പോലെ ആ ഒരു വെല്ലുവിളിയാണോ വിജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനു മുൻപ് അർജുൻ ആയങ്കിയെ പൂട്ടാൻ കേരള പോലീസിന് സാധിക്കും? അതൊരു വലിയ ചോദ്യമാണ്. കേരളം കാത്തിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം